തയ്യാറാക്കാവുന്ന ലെമൺ ഗാർലിക് ചിക്കനാണ് ഉണ്ടാക്കുന്നത്. അതിനായി നമുക്ക് എന്തെല്ലാം വേണമെന്ന് നോക്കാം. അതിനായി നമുക്ക് 1/2 കിലോ ചിക്കൻ എല്ലില്ലാതെ ചെറുതാക്കി മുറിച്ച് വയ്ക്കാം. അതായത് ഈ രൂപത്തിലാണ് ഞാൻ മുറിച്ച് വെച്ചിരിക്കുന്നത്. ചെറുനാരങ്ങ നീര് 2 ടേബിൾ സ്പൂൺ, മുട്ട 1 മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ, കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടേബിൾ സ്പൂൺ, കസൂരി മേഥി 1 നുള്ള്, ഉപ്പ് പാകത്തിന്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് പാചകം ചെയ്യണമെന്ന് നോക്കാം. ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് മുട്ട ഉടച്ചൊഴിക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ മുട്ട മാറ്റി കഴുകി വാര വെച്ച ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര്, ഉപ്പ് ഒരു 1/2 ടീസ്പൂണോളം ഇടുന്നുണ്ട്. നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. കസൂരി മേത്തി 1 നുള്ള്. ഇനി നമുക്ക് ഇതിലേക്ക് അടിച്ചു വെച്ച മുട്ട, ചിലപ്പോൾ നമുക്കൊരു മുട്ട മുഴുവൻ ആവശ്യം വരില്ല, നമുക്ക് ആവശ്യമനുസരിച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്യാം. കൈ വെച്ച് നന്നായി മിക്സ് ചെയ്താൽ മാത്രമേ ഇതിലെല്ലാം നന്നായി പിടിക്കുകയുള്ളൂ. നമുക്കിനി കുറച്ചും കൂടെ മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്ക് മുഴുവൻ മുട്ട ആവശ്യം വന്നില്ല, അതുകൊണ്ടാണ് ഞാൻ നേരിട്ടിട്ട് ഇതിലേക്ക് മുട്ട ഉടച്ചൊഴിക്കാതെ അത് വേറൊരു ബൗളിലേക്ക് ഒഴിച്ചിട്ട് ആവശ്യാനുസരണം ചെയ്ത് ഇനി നമുക്ക് അരമണിക്കൂറോളം അടച്ചു വയ്ക്കാം. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക. ചെറിയ തീയിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചിക്കൻ നന്നായിട്ട് വെള്ളം പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം മാത്രമേ ഇതെടുക്കാൻ പാടുള്ളൂ. നന്നായിട്ട് അതിൻ്റെ വെള്ളമെല്ലാം നന്നായിട്ട് പിഴിഞ്ഞ് കളയണം. അല്ലെങ്കിൽ നമ്മളിതിൽ മസാലയൊക്കെ ചേർക്കണ സമയത്ത് അതിൻ്റെ വെള്ളം ഉണ്ടാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടും ചെറുനാരങ്ങയുടെ ജ്യൂസും ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതെല്ലാം കറക്റ്റ് അളവിൽ ചേർത്തെങ്കിൽ മാത്രമേ ഇതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് വരുള്ളൂ. ഉള്ളി പേസ്റ്റായിട്ട് തന്നെ എടുക്കണം, ചതച്ചിടരുത്. നന്നായി പേസ്റ്റായി എടുത്തെങ്കിൽ മാത്രമാണ് അതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതെല്ലാ വശവും നമുക്ക് മറിച്ചിട്ട് വേവിക്കുക. ഇതൊരിക്കലും ഡീപ്പ് ഫ്രൈ ചെയ്യരുത്, ഷാലോ ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ്. അങ്ങനെ നമ്മുടെ ഗാർലിക് ലെമൺ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ പുതിന ചമ്മന്തി വളരെ ടേസ്റ്റാണ്. ഇത് രണ്ടും വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് അങ്ങനെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ലെമൺ ഗാർലിക് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നന്ദി, നമസ്കാരം.